ഖേദം പ്രകടിപ്പിക്കാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. ഇത് നമ്മുടെ നാട് കണ്ട വലിയ ദുരന്തങ്ങളിൽ ഒന്നായിട്ട് മാറപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും ഒക്കെ തന്നെ അനുശോചനവും ദുഃഖവും അറിയിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഇത്തരം അപകടങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. നമുക്ക് ശാസ്ത്രീയമായി എങ്ങനെ ഇത്തരം പടക്ക നിർമ്മാണങ്ങളൊക്കെ നടത്താൻ പറ്റുമെന്നുള്ളത് പരിശോധിക്കേണ്ട സമയമായി എന്നുള്ളത് സംശയമില്ല. എന്തായാലും മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അവരെല്ലാം പാവപ്പെട്ടവരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് സാധാരണ പ്രഖ്യാപിക്കുന്ന ഒരു എക്സ്ഗ്രേഷ്യ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പതിവ് സഹായധനമാണ് ഇത്തരം ഏത് അപകടങ്ങളുണ്ടായാലും ഉണ്ടാകുന്നത്. അതിൽ കൂടുതൽ പ്രഖ്യാപിക്കുന്ന കാര്യം അവരാലോചിക്കണമെന്നാണ് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടാനുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ ധനസഹായവും വൈകാതെ പ്രഖ്യാപിക്കണം. കാരണം ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽപ്പെട്ട് കുരുക്കേണ്ട കാര്യമില്ലേ ഇല്ല. ഇതൊരു ദാരുണമായിട്ടുള്ള അപകടമാണ്. ഈ അപകടത്തിൽ മരണപ്പെട്ടവർക്ക്, അവരുടെ കുടുംബാംഗങ്ങൾക്ക്, പരിക്കേറ്റവർക്ക് ഒക്കെ തന്നെ ആവശ്യമായിട്ടുള്ള അടിയന്തര സഹായം നൽകുന്നതിന് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ തടസ്സമാകേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്ന പ്രശ്നവുമില്ല. പറമ്പിൽ പൂർണ്ണമായിട്ടും തീ അണച്ചിട്ടുണ്ട്. പക്ഷെ ചെറുതായിട്ടൊക്കെ തന്നെ അവിടെ ചെറിയ അളവിലൊക്കെ മിന്നുന്നുണ്ട്, ചില സ്പാർക്കുണ്ട്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഈ പറമ്പിന് ചുറ്റുമുള്ള കുളങ്ങൾ, കിണറുകൾ ഇപ്പോൾ സ്കൂബ സെറ്റ് പ്രത്യേകമായിട്ട് അത് പരിശോധിക്കുന്നുണ്ട്. ലൈറ്റിട്ട് ഈ പാഴ്സ് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതിൻ്റെ അന്വേഷണങ്ങൾ തുടരുന്നുണ്ട്. ഇനിയിപ്പോൾ രാവിലെ കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത് മണത്ത് പിടിക്കാൻ കഴിയുന്ന ഡോഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ കൊണ്ടുവന്നുള്ള പരിശോധന രാവിലെ നടത്തണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നേരത്തെ കൊടുത്തത്. ഏകദേശം 40ഓളം വരുന്ന പോലീസുകാരെ ഗാർഡായിട്ട് അതിന് ചുറ്റും തന്നെ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ അവിടെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ അവിടെ 14ഓളം ബോഡി പാർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അത് 2-3 പേരുടെയാണോ എത്ര പേരുടേതാണ് എന്നുള്ളത് നമുക്കതിലൊരു വ്യക്തതയില്ല. അപ്പോൾ ഇന്ന് രാവിലെ 9 മണിയോടുകൂടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ നിന്നുള്ള വിദഗ്ധരെത്തും. നമ്മൾ അത് തീരുമാനിച്ചിട്ടുള്ളതും പ്രോട്ടോക്കോളും എല്ലാവരുടെയും, ഇപ്പോൾ ബോഡി വിട്ടുകൊടുത്തവരുടെ ഉൾപ്പെടെയുള്ളവരുടെ സാമ്പിളുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കി ഉള്ളവരുടെയും ബോഡി പാർട്സിൻ്റെയും സാമ്പിളുകൾ എടുക്കുകയും ആ സാമ്പിളുകൾ DNA പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് വിധേയമാക്കുകയും ചെയ്യും. ഇനി കാണാനുള്ള ആളുകളുടെ അല്ലെങ്കിൽ മിസ്സിംഗ് ആയിട്ടുള്ള ആളുകളുടെ